ടോമിന്റെ ഡ്രൈവിംഗ് നല്ലതായതുകൊണ്ട് ഞങ്ങൾ ലുലുമാട് കണ്ടിട്ട് പറയാനുള്ള എന്റെ വീടിന്റെ വായിലിരുന്നിട്ട് ഞാൻ ഇവിടെ ആകെ 2 തവണ വന്നിട്ടുള്ളൂ. അതാണ് കോമഡി. അതാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗിന്റെ ഒരു വെറൈറ്റി. അല്ലേ എന്റെ ലുലുമോൾ കാണിക്കുന്നു. Bro, what are you talking about, man? JBL ഇയർബഡ്സ് എടുത്തിരിക്കുകയാണ്. എടുത്തു ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ലുലു മാളിന്റെ ഗെയിം കളിക്കാൻ പോവുകയാണ്. ചെറിയ വലിയ ആളായിട്ട് ചെറിയ എല്ലാം അടച്ചിട്ടേക്കൊണ്ട് ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മാത്രം. നാളെ എല്ലാം തിരിച്ചു ഇന്ന് മെയിൻ്റെനൻസ് അവിടെ വെട്ടൊക്കെ. ഇത്രയും വലിയ ബോഡി കേട്ട് അവിടുത്തെ ചെറിയ കാറിലൊക്കെ കയറിയിരിക്കും. എന്തായിരിക്കടാ എടാ ഞാൻ കയറി ഒടിഞ്ഞു കൂടാ. അത് കേറ്റുവോ? ഞാൻ ഭാഗമാവില്ലടാ അതിന്റെ അകത്ത്. അപ്പൊ ഇനി അടുത്ത നമ്മൾ ഈ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്. ഇതാ വലിയ ഒരു ആള് നിൽക്കുന്നു. അടുത്ത വണ്ടി ഓടിക്കുന്നത് കണ്ണാബി റെഡിയല്ലോ, നമുക്ക് ഓടിക്കല്ലോ. ടോമിന് ഈ വണ്ടിയിൽ കയറണം. ഈ വണ്ടിയിൽ പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്നും കേട്ടിട്ടില്ല. ഈ വണ്ടി കയറും. ഞാൻ ഒടിഞ്ഞു കൂടാ. എനിക്ക് ഫ്രണ്ടില് ഡ്രൈവർ ആവണം. ഞാൻ ഈ വണ്ടി കയറും. ഞാൻ ഇതില് നമ്മുടെ അതിലൊക്കെ നമ്മൾ കേറും. ഹെഡ്സെറ്റിലൂടെ നിനക്ക് ആ ക്യാമറ കൂടെ കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതെങ്ങനെ ഇരിക്കണവൻ? അത് കൊടുക്കുന്ന ഏരിയ എന്റെ ക്യാമറ ചേട്ടനോട് ചേട്ടനെടുത്ത് നമ്മൾ ട്രെയിനിൽ കയറാൻ പോകും. I like trains. ട്രെയിൻ കയറല്ലേ ചെറിയ സെറ്റല്ലേ ടോമേ? സെറ്റല്ലേ? എനിക്കും പേടിയില്ല. നമുക്ക് എവിടെ ഇരിക്കണ്ട? നീ ഏറ്റവും ഫ്രണ്ടിലിരുന്നോ? ഞങ്ങളെവിടെ പൊളിക്കാൻ പോവാ. പൊളിക്കാൻ നീ ഏറ്റവും ഫ്രണ്ടിലിരുന്നു. ചെറിയണ്ണ ഞാൻ ഇരിക്കാം. അവിടെ ഇരുന്നു. ഏറ്റവും ഫ്രണ്ടിലിരിക്കാൻ പറ്റുമോ? എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ചെറിയണ്ണനാണ് മുമ്പിലിരിക്കുന്നത്. ഞാൻ നന്നായി വണ്ടി ഓടുവോ? പെട്രോൾ ഇല്ലാണ്ടോ? എടുത്തു. We are going. അതെ പേടിക്കാനൊന്നും. ചെറിയണ്ണ പിടിച്ചിരുന്നോ? ഫോണും പിടിക്കണ കുറച്ചും കൂടെ സ്പീഡ് കൂടും ആണോ? അതുകൊണ്ട് എന്ത് 2-3 റൗണ്ട് എടുക്കുന്നേ? എടാ നിന്റെ ക്യാമറ തെറിച്ചു വേണം. നോക്കിക്കോടാ വൃത്തിയാണ്. ട്രെയിൻ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. ട്രെയിൻ യാത്ര പെട്ടെന്ന് തീർന്ന പോലെ. ആ ചേട്ടൻ എന്നെ പറ്റിച്ച്. ഞാൻ ചോദിച്ചു കയ്യിൽ നിന്ന് ക്യാമറ തെറിച്ചു വന്നു ചോദിച്ചപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെ പറ്റിച്ച്. ഞാൻ ചോദിച്ചു ക്യാമറ തെറിച്ചു വന്നു ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു
നമ്പർ കാറിൽ കൂടി അപ്പൊ വണ്ടിയിൽ കയറാൻ എല്ലാവരും റെഡിയാണ്. റെഡിയാണോ അവിടെ? വണ്ടി ഇടിച്ച് എല്ലാവരും ഇടിച്ച് തെറിപ്പിക്കും. നമുക്ക് ഇടിച്ച് നശിപ്പിക്കാം കേട്ടോ. നമ്മളെ ഇറങ്ങുമ്പോൾ ആർക്കും വണ്ടി ഗൈസ് ഞാനും ജിറ്റിയും കൂടിയാണ്. വണ്ടി ഞാൻ ഓടിക്കാം. ജിറ്റിയാണ് ഡ്രൈവർ, ഞാനാണ് മറ്റേ സാരഥി. പറഞ്ഞു തുടങ്ങുന്നത് നീ തീർന്നു മോനെ, തീർന്നു. വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോ. പൂഞ്ചേരി നൈസായിട്ട് ഇപ്പഴേ ഫ്രണ്ടിൽ പോയി ഓടി. അയ്യോ വേറെ പിള്ളേരുണ്ട്. ആ ചെറുക്കൻ തന്നെയാന്നു നീ നേരത്തെ അടിച്ചേ. റിവെഞ്ചെടുക്കാൻ മഞ്ഞ ഫോണൊക്കെ മാറ്റി ഞങ്ങളടിച്ച് തെറിപ്പിക്കൂട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. നീ തീർന്നു പോലെ full speed and then hand brake. Drift, okay? Back it. അയ്യോ എന്റെ കാലിക്ക് രക്ഷട്ടോ. എന്റെ അമ്മ എന്നെ മുട്ട് അല്ല പിന്നെ എന്തുവാണ് നല്ല സ്പീഡിലടിക്കണം. ഇപ്പോഴല്ല ഓടെ മേടിച്ചു ബാഗടിക്കുന്നു. പോട്ടെ വിട്ടു. അയ്യോ എവിടെ പോണ മുത്തേ? അയ്യോ അമ്മച്ചി അയ്യോ 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 എങ്ങനെയാണ് ഓടിച്ചത്? അയ്യോ മതിയായിരുന്നു വണ്ടി ഓടിച്ച് വണ്ടി എന്ത് കയ്യൊടിഞ്ഞൊരു എന്റെ ഈ സാധനം ഞാൻ നീ വണ്ടി പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ കയ്യൊരിടത്ത് ഇങ്ങനെ പോയി ഒടിഞ്ഞു. ചേട്ടാ ബാഗ് എടുക്കാട്ടോ. ഞങ്ങളിതിന് കയറാൻ പോവാണ്. ഞങ്ങൾക്ക് ചെറിയ മെന്റലാണ്. ഞങ്ങൾക്ക് ഭ്രാന്താക്കി. ശരി ആ സാധനം കേട്ടോ. അടുത്ത കാണാൻ പോണ വേറെ അത് കണ്ടോ? ആ സാധനം കണ്ടോ? അത് പിക്ചർ, നിങ്ങളത് പിക്ചറാന്ന് വിചാരിക്കും, പക്ഷെ പിക്ചർ അല്ല. ഞങ്ങള്
കാണുന്ന ദൂരെയുള്ള സ്ഥലത്ത് കയറിണ്ടായി. അതിന്റെ വീഡിയോ ചെറിയണ്ണന്റെ വരും അല്ലേ? ചെറിയണ്ണന്റെ മുഖം. പിന്നെ ഞങ്ങൾ ഇനി ഇതിൽ കയറാൻ പോവാ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. എന്താണ് പറയാനുള്ളത്? അതായത് ഇപ്പൊ കാണാൻ പോകുന്നതാണ് ഗൈസ് സെറ്റപ്പ് സംഭവം. ഒരു VR നൈറ്റ് ആണ്. ഫുൾ പവറിലാണ് ഞാൻ അതത്രയുള്ളൂ. മറ്റതില് കയറി ബിരിയാണി ഇത് കറക്കി തിരിച്ചെടുത്താ ഇത് തല കറക്കി നിർത്തും. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. എന്താ ജ്യൂസ്? നമ്മള് ഫ്രൂട്ട് പഞ്ച് നല്ല പഞ്ചാണ്. റോയൽ ഡിലൈറ്റ് ആക്കി. പക്ഷെ നമ്മളെല്ലാം കഴിച്ചു പോയി. ഞങ്ങൾ എടുക്കും. നമ്മൾ ഓരോ റൈഡ് ഫ്രൂട്ട് സലാഡ് ഇളക്കിയിട്ട് പോവാ. പക്ഷെ ഇത് റോയൽ ഡിലൈറ്റ് ആയിരുന്നു. ഞാൻ പുറത്ത് നിൽക്കുള്ളൂ. ഞാൻ പുറത്ത് നിൽക്കുള്ളൂ. ഇവര് പറഞ്ഞിട്ട് ഈ വാഴസാധനത്തിൽ ഞാൻ കേറുകയാണ്. ഈ വാഴയിൽ കയറാത്തോണ്ടാണ് ഇത് എങ്ങനെയാ നോക്കട്ടെ കേട്ടോ. ഇവരെങ്ങനെയാണെന്ന് ഇവര് പേടിക്കണ്ടോ നോക്കാം നമുക്ക്. ആ രസമുണ്ട് രസമുണ്ട്. എങ്ങനെയുണ്ടോ? അടിപൊളി അടിപൊളി കണ്ണാടി എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. കാറ്റുണ്ട് കാറ്റുണ്ട് കാറ്റുണ്ട്. നമ്മളെന്തായാലും കയറല്ലേ? അയ്യ ഇത്രയുള്ളോ? വയസ്സായ ഒരു വരി ഇരിക്കുന്നുണ്ട് അല്ലേ? സോ ഗൈസ് ഞങ്ങളതിൽ കയറി. ചെറിയെണ്ണം ബാക്കിലിരിക്കണു. ഞാനിവിടെ ടോമ മുമ്പിൽ. ഓക്കെ നമുക്ക് പോവാം ഗൈസ്. ടോമ സുഖല്ലേ? അയ്യോ ടോമേ അയ്യോ ശരി.
കൊള്ളാടോ. ബാക്കിലിരിക്കാണ് ഇപ്പൊ പോണത് കണ്ടോ. വ്യൂ കൊള്ളാം. വ്യൂ നല്ല പണ്ണുണ്ട്. ശരിയാണല്ലോ. കൊള്ളാം കൊള്ളാം. ഇവിടെ കൊള്ളാം. ഇനിയുണ്ടോ? അടിപൊളി. കഴിഞ്ഞ സോ ഗൈസ് ഈ റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. ഈസി. അത്ര പേടിയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ലുലു മാളിലെ കച്ചവടമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഗൈസ്. ചെറിയണ്ണൻ ടോംസ്. ഇനി നമ്മൾ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് ഇവർ പോവും. ഞാൻ ഇവരുടെ വണ്ടിയിൽ പോയിട്ട് ബൈക്ക് എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇന്നത്തെ ഒരു 1 ഡേ ഫുൾ അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായോ ശരിക്കും? എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നില്ലേ? നല്ല രസമായിരുന്നു. പക്ഷെ ഇതൊന്നും പോരാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു. എല്ലാ വ്ളോഗും എല്ലാവരെയും ചാനലിൽ എല്ലാവർക്കും അടിപൊളിയായിരുന്നു ഗൈസ്. എന്നാ എനിക്കും അടിപൊളിയായിരുന്നു. സോ നമ്മൾ ലുലു മാളിന് കാറിൽ തിരിച്ചു പോവാണ് ഗൈസ്. സോ ഗൈസ് അപ്പൊ ചെറിയനെ നമ്മൾ ഇറക്കി വിട്ടു. നമ്മൾ വിചാരിക്കും പോലെ അല്ലേ ഇതാണ് ചെറിയുടെ വീട് ഗൈസ്. അല്ല ഇതാണ് ഇത്രയും വലിയ വീടാണ്. ചെറിയ പാവന്നൊക്കെ വെറുതെ പറയണ്ട. തിരിഞ്ഞു നോക്കണ്ട് ചെറിയ. ശരി അപ്പൊ ബൈ. പോയി കുളിച്ചോ, കൊറോണ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ചെറിയ പോയി ഗൈസ്. ഇനി നമ്മള് നേരെ ടോമിന്റെ വീട്ടിലോട്ട്. അവിടുന്ന് കണ്ണാപ്പിയുടെ വീട്. ബായ്. ടോമിന്റെ വീട് കണ്ടിട്ടുണ്ട് എല്ലാവരും. ഇതാ കൊള്ളാം.